ചൊവ്വയിൽ നിന്ന് ചൊവ്വയിലേക്ക്. വക്കീൽ കുപ്പായം അഴിച്ചുവെച്ച് ഇന്ത്യയെ ലോക്ക് ചെയ്ത ഗോദ്രേജ്. നിങ്ങളുടെ വീട്ടിൽ സ്വർണമോ ഭൂമിയുടെ ആധാരമോ പണമോ സൂക്ഷിക്കാൻ ഒരു ഉരുക്കലമാരയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഗോദ്രേജ് എന്നായിരിക്കും, അല്ലേ? ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ വോട്ട് നിക്ഷേപിച്ച ബാലറ്റ് പെട്ടിയുടെ പേരും അത് തന്നെ ആയിരുന്നു. എന്തിന്? ഇന്ത്യ ആദ്യമായി ചൊവ്വയിലേക്ക് അയച്ച മംഗൾയാന് കരുത്തു പകർന്നതും ഇതേ പേരാണ്. ഒരു സാധാരണ വക്കീൽ വെറും 10 രൂപ മൂലധനവുമായി ഇറങ്ങിത്തിരിച്ച് ഒരു രാജ്യത്തിന്റെ മുഴുവൻ വിശ്വാസം എന്ന വാക്കിന് പകരമായി തന്റെ പേര് എഴുതി ചേർത്ത കഥയാണിത്. ബ്രിട്ടീഷുകാരുടെ മൂക്കിന് താഴെ ഇന്ത്യക്കാർക്ക് ഒന്നും നിർമ്മിക്കാൻ കഴിയില്ലെന്ന വെല്ലുവിളിയെ ഉരുക്കിൽ തീർത്ത പൂട്ടുകൾ കൊണ്ട് നേരിട്ട അർദേശ്വർ ഗോദ്രേജിന്റെ ഇതിഹാസ ജീവിതം. മുംബൈയിലെ ഒരു ചെറിയ ഷെഡിൽ തുടങ്ങി ഇന്ന് ചൊവ്വ വരെ എത്തി നിൽക്കുന്ന ഗോദ്രേജ് ഗ്രൂപ്പിന്റെ അത്ഭുതകരമായ വളർച്ചയുടെ കഥയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ട്രീ ഷെയ്ഡ് സ്റ്റോറീസ്. നൂറ്റാണ്ടിന്റെ അവസാന കാലം ബോംബെയിലെ, അതായത് ഇന്നത്തെ മുംബൈയിലെ കോടതി വരാന്തകളിൽ കറുത്ത കോട്ടിട്ട ഒരു യുവ അഭിഭാഷകൻ നടക്കുന്നുണ്ടായിരുന്നു. പേര് അർദേശ്വർ ഗോദ്രേജ്. പേരിനൊരു വക്കീലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് നിയമപുസ്തകങ്ങളിലായിരുന്നില്ല. അക്കാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന സൂചിയും നൂലും മുതൽ വലിയ യന്ത്രങ്ങൾ വരെ എല്ലാം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയായിരുന്നു. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒന്നും നിർമ്മിക്കാൻ കഴിവില്ല എന്ന ബ്രിട്ടീഷ് മേലാളന്മാരുടെ പരിഹാസം അർദേശ്വറിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഒരു ദിവസം അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. തന്റെ വക്കീൽ കുപ്പായം എന്നേക്കുമായി അഴിച്ചുവെച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോടതിയിൽ വാദിക്കാനല്ല, സ്വന്തമായി എന്തെങ്കിലും നിർമ്മിക്കാനാണ് താല്പര്യം. അതൊരു വലിയ സാഹസമായിരുന്നു. അദ്ദേഹം ആദ്യം പരീക്ഷിച്ചത് സർജിക്കൽ ഉപകരണങ്ങളെ നിർമ്മാണമാണ്. പക്ഷേ അത് പരാജയപ്പെട്ടു. എന്നാൽ അർദേശ്വർ തളർന്നില്ല. ഒരു ദിവസം മുംബൈയിലെ തിരക്കേറിയ ഒരു തെരുവിലെ ചെറിയ ഷെഡിലിരുന്ന് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പൂട്ട് തുറന്നു വെച്ച് അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒരു കള്ളനും എളുപ്പത്തിൽ തുറക്കാൻ കഴിയാത്ത ഏറ്റവും സുരക്ഷിതമായ, എന്നാൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഒരു പൂട്ട്. അങ്ങനെ 1897 മെയ് 7 വെറും 10 രൂപ മൂലധനത്തിൽ, അന്നത്തെ 10 രൂപയ്ക്ക് ഇന്നത്തെ ലക്ഷങ്ങളുടെ വിലയുണ്ട്, അദ്ദേഹം തന്റെ ആദ്യത്തെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. ആങ്കർ ബ്രാൻഡ് പൂട്ടുകൾ വിപണിയിലെത്തി. ബ്രിട്ടീഷ് പൂട്ടുകളെ വെല്ലുന്ന കൃത്യതയും ഉറപ്പും. വിശ്വസ്തത എന്ന വാക്കിന്റെ പര്യായമായി ഗോദ്രേജ് മാറുന്നതിന്റെ തുടക്കമായിരുന്നു അത്. 1909 എഡ്വേർഡ് 7 രാജാവിന്റെ സീലോടെ സ്പ്രിംഗ് ഇല്ലാത്ത പൂട്ടിന് പേറ്റന്റ് ലഭിച്ചപ്പോൾ ഗോദ്രേജ് എന്ന പേര് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. പൂട്ടുകളിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ അടുത്ത വലിയ ചുവടുവയ്പിലേക്ക് നയിച്ചത്. സേഫുകൾ, ഉരുക്കിൽ തീർത്ത വലിയ സുരക്ഷാ പെട്ടികൾ, തീ കൊടുത്താൽ ഉരുകാത്ത, ചുറ്റിക കൊണ്ട് അടിച്ചാൽ തകരാത്ത അഗ്നി പ്രതിരോധ, അതായത് ഫയർ റെസിസ്റ്റന്റ് സേഫുകൾ അദ്ദേഹം നിർമ്മിച്ചു. 1905 വെയിൽസ് രാജകുമാരി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തന്റെ അമൂല്യമായ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ തിരഞ്ഞെടുത്തത് ഗോദ്രേജിന്റെ സേഫ് ആയിരുന്നു. അതൊരു വലിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ബ്രിട്ടീഷ് രാജകുടുംബം പോലും ഒരു ഇന്ത്യക്കാരന്റെ സുരക്ഷാ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. ഈ സേഫുകളാണ് പിന്നീട് നമ്മുടെ വീടുകളിലെ ഗോദ്രേജ് അൽമാരകളായി മാറിയത്. സ്വർണമുണ്ടെങ്കിൽ അത് ഗോദ്രേജിൽ ഇരിക്കണം എന്നത് ഇന്ത്യയിൽ ഒരു വിശ്വാസമായി മാറി. എന്നാൽ അർദേശ്വർ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം രാജ്യസ്നേഹി കൂടിയായിരുന്നു. 1918 അദ്ദേഹം സോപ്പ് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു തീരുമാനമെടുത്തു. അക്കാലത്ത് സോപ്പുകൾ ഉണ്ടാക്കിയിരുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടായിരുന്നു. ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും അത് ഉപയോഗിക്കാൻ മടിച്ചു. എന്നാൽ അർദേശ്വർ വെജിറ്റബിൾ എണ്ണകളിൽ നിന്ന് മാത്രം നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ സോപ്പായ ചാവി ബാർ വിപണിയിൽ ഇറക്കി. അത് വെറും ഒരു സോപ്പല്ലായിരുന്നു, മറിച്ച് ഇന്ത്യയുടെ സംസ്കാരത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു സ്വദേശി വിപ്ലവമായിരുന്നു. അർദേശ്വറിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിറോസ് ഷാ ഗോദ്രേജ് ആയിരുന്നു. 1943 ബോംബെ ഗവൺമെന്റ് ലേലം ചെയ്ത വിക്രോളി എന്ന ഗ്രാമം മുഴുവനായി ഫിറോസ് ഷാ വാങ്ങി. ഇന്ന് നമ്മൾ കാണുന്ന ഗോദ്രേജിന്റെ വിശാലമായ സാമ്രാജ്യമായ ഫിറോസ് ഷാ നഗർ അവിടെയാണ് പിറന്നത്. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഭാരതത്തിന്റെ ജനാധിപത്യം ആദ്യമായി നിക്ഷേപിക്കപ്പെട്ടതും ഗോദ്രേജിന്റെ കൈകളിലായിരുന്നു. 1951-52 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ 9 ലക്ഷം ബാലറ്റ് ബോക്സുകൾ നിർമ്മിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം ഗോദ്രേജിനായിരുന്നു ലഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ഗോദ്രേജ് ഇന്ത്യയുടെ ഓരോ വീടിന്റെയും ഭാഗമായി മാറി. 1955 വിദേശ ബ്രാൻഡുകളെ വെല്ലുവിളിച്ച് ഇന്ത്യയിലെ ആദ്യ ടൈപ്പ് റൈറ്റർ നിർമ്മിച്ചു.
1958 ഇന്ത്യയുടെ സ്വന്തം ഫ്രിഡ്ജ് പുറത്തിറക്കിയപ്പോൾ അത് ഓരോ മധ്യവർഗ കുടുംബത്തിന്റെയും സ്വപ്നമായി മാറി. പിന്നീട് 1974 മുടിക്ക് നിറം നൽകുന്ന ഹെയർ ഡൈ, കൊതുകിനെ തുരത്തുന്ന ഗുഡ് നൈറ്റ്, ഹിറ്റ്, അങ്ങനെ ഗോദ്രേജ് ഇല്ലാത്ത വീടുകൾ ഇന്ത്യയിൽ അപൂർവമായി. പക്ഷേ ഈ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നത് 2014 പൂട്ടിൽ തുടങ്ങിയ ആ യാത്ര ചൊവ്വ വരെ എത്തി. ഇന്ത്യയുടെ അഭിമാനമായ മംഗൾയാൻ ദൗത്യത്തിൽ ISROയുടെ പങ്കാളിയായി ഗോദ്രേജ് മാറി. മംഗളിലേക്കുള്ള ആ വലിയ യാത്രയിൽ PSLV റോക്കറ്റിന് കരുത്തു പകർന്ന എയ്റോസ്പേസ് എഞ്ചിനുകൾ നിർമ്മിച്ചത് ഗോദ്രേജ് ആയിരുന്നു. ഭൂമിയിലെ സുരക്ഷയിൽ നിന്ന് ബഹിരാകാശത്തിന്റെ അനന്തതയിലേക്ക്. ഇന്ന് ഗോദ്രേജ് വെറും ഒരു കമ്പനിയല്ല, 101 മില്യൺ, അതായത് 110 കോടി ഉപഭോക്താക്കൾ വിശ്വസിക്കുന്ന ഒരു ആഗോള വൻ ശക്തിയാണ്. അർദ്ധേശ്വർ പാകിയ വിശ്വസ്തയുടെ അടിത്തറയിൽ ഫിറോസ് ഷാ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഇന്ന് 4ാം തലമുറയുടെ കൈകളിൽ സുരക്ഷിതമാണ്. ആദി ഗോദ്രേജും നാദർ ഗോദ്രേജും ചേർന്ന് ഇതിനെ വളർത്തി. ഇപ്പോൾ അടുത്ത തലമുറയായ ഫിറോസ് ഷാ ആദി ഗോദ്രേജ്, നിസാബ ഗോദ്രേജ് എന്നിവർ റിയൽ എസ്റ്റേറ്റ്, കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നീ മേഖലകളെ നയിക്കുന്നു. ഒരു ചെറിയ ഷെഡിൽ 10 രൂപയിൽ തുടങ്ങിയ ആ സ്വപ്നം ഇന്ന് 1,00,000 കോടിയുടെ മൂല്യമുള്ള പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. പഴയ ഇരുമ്പ് പൂട്ടുകളിൽ നിന്ന് ഇലക്ട്രോണിക് ലോക്കറുകളിലേക്കും സ്മാർട്ട് AC-കളിലേക്കും പ്രീമിയം ഫർണിച്ചറുകളിലേക്കും ഗോദ്രേജ് വളർന്നു. കാലം മാറി, സാങ്കേതിക വിദ്യ മാറി, പക്ഷേ ഗോദ്രേജ് എന്ന പേരിനോടുള്ള ഇന്ത്യക്കാരുടെ വിശ്വാസം ഇന്നും മാറിയിട്ടില്ല. വക്കീൽ കുപ്പായം അഴിച്ചുവെച്ച് ഒരു രാജ്യത്തിന്റെ വിധി മാറ്റിയെഴുതിയ അർദ്ധേശ്വർ ഗോദ്രേജിന്റെ ഈ ജീവിതകഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വീട്ടിലും ഒരു ഗോദ്രേജിന്റെ അലമാരയുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് us.